ഹായ് വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് UFS വിൻഡോസ് XPയിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായി ഈ 4 ഫയലുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് എൻ്റെ ബ്ലോഗിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഡ്രൈവർ ഫയലാണ്. ഡ്രൈവർ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. ഇത് പ്രോഗ്രാം ഫയലിൻ്റെ അണ്ടറിലേക്ക് പോകും. അതിനുശേഷം UFS കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ന്യൂ ഹാർഡ്വെയർ ഫൗണ്ട് എന്ന് കാണും വിൻഡോസ് XPയിൽ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ ഹാവ് ഡിസ്ക് എന്ന് കൊടുത്ത് ആ ലിങ്ക് എവിടെയാണോ പ്രോഗ്രാം ഫയലിൻ്റെ അണ്ടറിൽ സറാസോഫ്റ്റ് അവിടെ UFSൻ്റെ ഡ്രൈവർ എക്സ്ട്രാക്റ്റ് ആയി കിടക്കുന്നുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രൈവറാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. അവിടെ നിന്ന് വീണ്ടും ബാക്കേക്ക് വന്ന് DCT4BB5 എന്ന ഫയൽ പ്രോഗ്രാം ഫയലിലേക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായി എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിതിനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രോഗ്രാം ഫയലിലേക്കേ പോവുള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ഫയലിലേക്ക് ഓട്ടോമാറ്റിക് എക്സ്ട്രാക്റ്റ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് സാംസങ് സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകളാണ്. ഈ ഫയൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഉണ്ട്. ഏകദേശം 1.6 GB ഫയലാണ്. ഇത് കംപ്രസ് ചെയ്ത് ഏകദേശം 700 MBയിലേക്ക് ഞാൻ കംപ്രസ് ചെയ്ത് exe ഫയലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതും ഡൗൺലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. വേറൊരു പ്രശ്നം കൂടി വരും, അത് പിന്നീട് ഞാൻ പറയാം. അത് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മളിത് ഡബിൾ ക്ലിക്ക് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ഇത് ഓപ്പണായി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക പ്രോഗ്രാം ഫയലിലേക്ക്. പ്രോഗ്രാം ഫയലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എടുത്ത് ഇത് എക്സ്ട്രാക്ട് ചെയ്യും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻറ്റിവൈറസ് എനേബിൾ ആക്കിയിടണം. ഇതിലെന്തെങ്കിലും ഫയലുകൾ എററുകളുണ്ടെങ്കിൽ അത് പിടിച്ചോട്ടെ ആൻറ്റിവൈറസ്. അതിന് ശേഷം നമ്മൾ UFS പാനൽ ഓപ്പൺ ചെയ്യണം. എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം, ഈ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ടാണ് UFS ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സ്കാൻ ബോക്സ് ഇതാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ബോക്സ് സ്കാൻ ചെയ്താൽ മേലെ കാണിക്കും. എന്നിട്ട് ചെക്ക് ബോക്സ് കൊടുക്കണം. ചെക്ക് ബോക്സ് കൊടുത്താൽ ഇപ്പോഴത്തെ ബോക്സിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ സ്റ്റാറ്റസ് എഴുതി കാണിക്കും, നിങ്ങളുടെ IP അഡ്രസ് കാണിക്കും, ലൈസൻസ് ട്രൂ ആണെങ്കിൽ അത് കാണിക്കും. ബോക്സിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചെക്ക് ബോക്സ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ബോക്സ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ബോക്സ് കൊടുത്താലാണ് കമ്പ്യൂട്ടറിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ അത് രജിസ്റ്റർ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ഡേറ്റ് ബോക്സ് കൊടുക്കുന്നത്. അപ്ഡേറ്റ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ 3 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് എത്ര ടൈം എടുക്കുന്നു എന്ന് അപ്ഡേറ്റ് ബോക്സ് കൊടുത്തതിന് ശേഷം വീണ്ടും ചെക്ക് ബോക്സ് കൊടുക്കുക. അപ്പോൾ താഴെ എഴുതി കാണിക്കും. അതിനുശേഷം സോഫ്റ്റ്വെയർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചെക്ക് സെർവർ എന്ന് കൊടുത്താൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയലുകളുള്ളതുണ്ട്. ഓൾറെഡി അതിൽ എക്സ്ട്രാക്ട് ചെയ്ത ഫയലുകളുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തെ എല്ലാം ഓക്കെ എന്ന് കാണിക്കും. വളരെ കുറച്ച് ഫയലുകൾ ഒഴികെ, രജിസ്ട്രേഷൻ ഫയലുകൾ ഒഴികെ ബാക്കി ഒരു 7-8 ഐറ്റം ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ കാണിക്കും. നിങ്ങൾ ഓൾറെഡി ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തതോടുകൂടി ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഒരു 1-2 മിനിറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ നെറ്റ്വർക്ക്.
താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ആ ബ്ലോഗ് പോസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലോഗ് പോസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. ആ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലാണ് 5 മിനിറ്റിലോ 10 മിനിറ്റിലോ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ അവസാനിക്കുകയുള്ളൂ. അത് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ സാംസങ്ങിൻ്റെ ഫയൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫയലാണ്, ഏകദേശം 1.6 GB വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കംപ്രസ് ചെയ്ത് എക്സ്ട്രാ ചെയ്യാൻ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഈ പ്രൊസീജിയറെല്ലാം. അങ്ങനെ ഇത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഏകദേശം. ഇനി DCT4 ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ DCT4 ഓപ്പൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്ന്. കണക്റ്റിംഗ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചുണ്ടാവും. നല്ല റാം നല്ല പെർഫോമൻസുള്ള സിസ്റ്റം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. കണക്റ്റായി, ഓക്കെ, വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി സാംസങ്ങിൻ്റെ ഫയൽ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലേക്ക് എടുക്കുക? സി ഡ്രൈവ് ഓപ്പൺ ചെയ്തു, പ്രോഗ്രാം ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി സറാ സോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യുക. സറാ സോഫ്റ്റ് എന്ന് കാണും. സറാ സോഫ്റ്റ് ഓപ്പൺ ചെയ്തു. ലാസ്റ്റിൽ അല്ലെങ്കിൽ ഇടയിൽ അവിടെ എസ് അടിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് കിട്ടും. UFS ഓപ്പൺ ചെയ്തു. അതിൽ സാംസങ്, LG ഉണ്ടാവും, സാംസങ് ഉണ്ടാവും, സോണീൻ്റെ ഉണ്ടാവും. പഴയ മോഡലുകളെല്ലാം ചെയ്യാൻ കഴിയും. സെൻഡ് ടു ഡെസ്ക്ടോപ്പ് എന്നിട്ട് ആ സാം എന്നുള്ള ഫോൾഡറിനെ ഫയലിന് സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ക്ലോസ് ചെയ്യുക. സാംസങ്ങിൻ്റെ ഫയലും വന്നിട്ടുണ്ട്, LGയുടെ ഫയൽ, സാംസങ്, നോക്കിയ. നിങ്ങളതൊരു വേറെ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് 3 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 3 ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സറാ സോഫ്റ്റിൻ്റെ ഉള്ളിൽ എല്ലാ സോഫ്റ്റ്വെയറും ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.